ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഡൽഹിയിലാണ്. ഡൽഹിയിൽ ഇങ്ങോട്ട് ട്രെയിനിലാണ് വന്നത്. വീഡിയോസൊക്കെ കുറച്ച് എടുത്തിട്ടുണ്ട്. ട്രെയിനിൽ അങ്ങനെ വീഡിയോസ് വലുതായിട്ട് എടുക്കാൻ പറ്റില്ല, കാരണം നല്ല തിരക്കായിരുന്നു ട്രെയിനിൽ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ആദ്യം മോളെന്ന് പറഞ്ഞാൽ നമ്മളെ ഹുമയോൻ സ്റ്റൂം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. തൊട്ടപ്പുറത്ത് തന്നെ ഏകദേശം ഞാൻ ഇവിടെ റൂം എടുത്തായിരുന്നു. റൂമൊക്കെ ഭയങ്കര ശോകമാണ്. 500 രൂപയ്ക്കടുത്ത റൂം ഒന്നും പറയില്ല, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാത്തത്. അത്ര അലിമ്പ് റൂമായിപ്പോയി. കുഴപ്പമില്ല, നമുക്കൊരു ജസ്റ്റ് 2-3 മണിക്കൂർ ഒന്ന് ഡ്രസ്സ് മാറണം, ഒന്ന് കുളിക്കണം, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ ഡൽഹിയിലെ ഹൈവേയിൽ കൂടെ നടക്കുകയാണ്. ഞാൻ ഇവിടെ മാപ്പിട്ട് നോക്കിയപ്പോൾ ഇവിടെ നിന്ന് 1.5 കിലോമീറ്ററേ കാണിച്ചുള്ളൂ. അതുകൊണ്ട് നടന്നു പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നടക്കുകയാണ്. 1.7 കിലോമീറ്റർ 1.7 മീറ്റർ അത്രയാണ് കാണിച്ചത്. അതുകൊണ്ട് നമ്മൾ നടന്നു പോകുന്നുണ്ട്. നല്ല അത്യാവശ്യം ഇപ്പോൾ നല്ല തണുപ്പാണ്. 8 മണിയായി, എന്നിട്ട് നല്ല തണുപ്പിൽ നിൽക്കുകയാണ്. അങ്ങോട്ടൊക്കെ നോക്കിയാൽ കാണാം, കണ്ട അങ്ങോട്ട് കണ്ട ഫുള്ള് ഇത് മഞ്ഞിറങ്ങി നിൽക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഡൽഹിയിലെ സ്ട്രീറ്റുകളിൽ കൂടെ. പിന്നെ ഇങ്ങനെ ഒരുപാട് റിക്ഷ ടീംസ് ഉണ്ട്. അവരിങ്ങനെ വന്ന് നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എനിക്ക് രാവിലെ ഒരു നടത്തുവായി അതാണ് ഞാൻ ഇതിൽ കയറാത്തത്. അവർ 50 രൂപ 100 രൂപ അവർ കൊണ്ടുവിടാം, അത് വിടാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇപ്പോഴും ഒരാൾ എന്നെ ഇങ്ങനെ വിടാതെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല. അപ്പം ഞാൻ ഒരുപാട് സൈക്കിളുണ്ട് കേട്ടോ ഇവിടെ ഡൽഹിയിൽ ഞാൻ 2ാമത്തെ പ്രാവശ്യമാണ്. ഒരിക്കൽ ഡൽഹി വന്ന് വലുതായിട്ട് എക്സ്പ്ലോർ ഒന്നും ചെയ്തില്ല. ഇപ്പോഴും എക്സ്പ്ലോർ കുറച്ചേ ചെയ്യുന്നുള്ളൂ. നമ്മൾ വേറെ സ്ഥലത്തോട്ട് പോകാൻ വേണ്ടി ഡൽഹിയിലൊന്ന് വന്ന് ഇറങ്ങിയേ ഉള്ളൂ. അപ്പോൾ ഒരു 4 മണിക്കാണ് നമുക്ക് ട്രെയിൻ ഇവിടെ നിന്ന്. അപ്പോൾ അത്രയും നേരം ഡൽഹിയിൽ എക്സ്പ്ലോർ ചെയ്യാം എന്ന് പറഞ്ഞൊരു പ്ലാനിലാണ്. അപ്പോൾ അടിപൊളി സൂപ്പർ ഹൈവേ ഒക്കെ കിടിലാണ് ഈ ഡൽഹിയിലുള്ള. അപ്പോൾ നമ്മളിങ്ങനെ നടന്നു പോകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നടന്ന് ഇപ്പോൾ 2 പേരായി. പിന്നെ എനിക്ക് വലുതായിട്ട് ഹിന്ദി പറഞ്ഞുകൂടാ, അത് വേറൊരു കാര്യം. നമ്മളിങ്ങനെ നടന്നൊരു സിഗ്നൽ എത്താറായി. നമ്മൾ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഇട്ടിരിക്കുകയാണ്. മാപ്പിൽ ഇങ്ങനെ നമുക്ക് ലൊക്കേഷൻ ഇടാം, നടന്നു പോകാൻ ഇട്ടിട്ട് നമുക്ക് നടക്കാം. അപ്പം അതിലിപ്പം കാണിക്കുന്നത് കറക്റ്റ് വേ തന്നെയാണ്. നമ്മൾ കറക്റ്റായി കാണിക്കുകയാണ്. 1.3 8:40 നമ്മൾ എത്തുകയാണ്. 17 മിനിറ്റ് നടക്കാവുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ നടന്നിട്ടിരിക്കുന്നത്. ഇവിടുത്തെ നല്ല കുറച്ച് അട്രാക്റ്റ് പ്ലേസുകളിൽ മാത്രമേ പോകുന്നുള്ളൂ, കാരണം ടൈമില്ല. എനിക്ക് 4 മണിക്ക് 3:30 ട്രെയിൻ അടുത്ത് ഒരു കിടിലൻ സ്പോട്ട്, അത് നമ്മളെ റെയിൽവേ സ്റ്റേഷനിൽ എന്നിട്ട് തന്നെ പറയുള്ളൂ പോകുന്നത്. കിടിലൻ സ്പോട്ടെന്ന് അപ്പോൾ ഇവിടെയും നമ്മൾ നടന്നു പോവാണ്. 600 മീറ്റർ കഴിഞ്ഞിട്ട് ചെറിയൊരു ടേൺ എടുക്കണം. നമുക്ക് നടക്കാം. കുറച്ചുകൂടെ കൂടെ നടന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. റോഡൊക്കെ ചെറുതായിട്ട് പൊളിഞ്ഞും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഒരാൾ വന്നു. റിക്ഷ ഭയങ്കര ശല്യമാണ് ഗായ്സ്, ഭയങ്കരമായ ശല്യം. ഇവരെ നമ്മളെ വിട്ടിട്ട് പോവില്ല, കൊണ്ടേ പോവും. ഇത്ര ഇതിട്ടിട്ട് 8 മണിയായിട്ട് തണുപ്പൊരു കുറവുമില്ല ഗൈസ്. അങ്ങോട്ട് ഭയങ്കരമായ കോട ഇറങ്ങി നിൽക്കുകയാണ്, കണ്ട എൻ്റെ ഫ്രണ്ടിൽ അവിടെയൊക്കെ വൻ കോട. ഒരു വൃത്തിയാക്കണമൊന്നുമില്ല കേട്ടോ. ഡൽഹി വലിയ വൃത്തിയും കാര്യങ്ങളൊക്കെ കുറവാണ്, കണ്ട ക്ലീൻ ചെയ്ത് വരുന്നുണ്ട്. അങ്ങനെ ഇവിടെ എത്താത്തായിരിക്കും. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. വലിയ തിരക്കും കാര്യമില്ല. എനിക്കതിന് സമയമാവാത്തതുകൊണ്ടായിരിക്കും. ടൈം അതാ ഒരാളെ കിട്ടി, അവൻ പോണ്. ടൈം 10 പീക്ക് ടൈം ആകുമ്പോൾ നല്ല തിരക്കായിരിക്കും. പിന്നെ ഇന്ന് അവധിയാണ്, അതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല. നമുക്ക് നോക്കാം. അങ്ങോട്ട് നടന്ന് ഒരുപാട് ബസ്സുകളുണ്ട് കേട്ടോ. ബസ് റൂട്ട് കാണുന്ന ആ മന്ദിരത്തിലോട്ടാണ് നമ്മൾ പോണത്. അപ്പം നമ്മൾ ഏകദേശം നടന്നെത്തി. നമുക്ക് ഇവിടെ നിന്ന് ചായ കുടിക്കാം. ചായ അല്ലല്ലോ, ചായ ചായ കുടിക്കാം. ചായ പോകുന്നു. ഓക്കെ,
അപ്പോൾ നമ്മളതിൻ്റെ നേരെ ഫ്രണ്ടിലാണ്. ഇന്ന് ഓപ്പൺ ആണോ അല്ലേ എന്നൊരു ചെറിയൊരു ഡൗട്ടുണ്ട്. കാരണം ഇന്ന് തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച ഇവിടുത്തെ പല സ്ഥാപനങ്ങളിലും ക്ലോസ് ആണ്. അതുകൊണ്ടൊരു ചെറിയ സംശയമുണ്ട്. അവിടെ അതിന് ആളൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. അല്ലെങ്കിൽ നമ്മൾ അടുത്ത സ്ഥലം പിടിക്കും. അത്രേ ഉള്ളൂ, അതൊന്നുമില്ല. ഓക്കെ, നമ്മൾ നടന്ന് മുന്നോട്ട് പോവുകയാണ്. 1 കിലോമീറ്റർ ആവണേ ഉള്ളൂ. അവിടെ കൂടെ കറങ്ങി ഇവിടെ കൂടെ കറങ്ങി അവിടെ സെക്യൂരിറ്റി നിൽപ്പുണ്ട്. നോക്കാം. ഇനി ഇപ്പോഴെല്ലാം താമസിച്ചാണെങ്കിലും നമ്മൾ കയറത്തില്ല. പുറത്തുകൂടെ വണ്ടിയൊക്കെ അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഓപ്പണാണ്. അപ്പോൾ നമ്മൾ അതൊരു സർക്കുലറാണ്. അവിടെ നിന്ന് തിരിഞ്ഞ് പോകണം കേസ്. അങ്ങനെയാണ്. അവിടെ നിന്ന് തിരിഞ്ഞ് അകത്തോട്ട് പോകണം. അവിടെ നിന്ന് തിരിഞ്ഞ് നമുക്ക് അകത്തോട്ട് പോകണം. അതാണ് കണക്ക്. ഓക്കെ, നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോരോ കളർ ബസ്സുകളാണ് ഇവിടെ ഉള്ളത്. പച്ച മിലിറ്ററിക്കാർ വണ്ടി വരുന്നുണ്ട്, മിലിറ്ററിക്കാർ വരുന്നുണ്ട്. ഇവിടെ ചവറൊക്കെ ആയിട്ട് കിടക്കുകയാണ്. ഒന്നും വൃത്തിയാക്കില്ല. എനിക്ക് തന്നെ ടൈം ആവണേ ഉള്ളൂ. കാരണം ഇവിടെ നല്ല തണുപ്പാണ് രാത്രി. ഇപ്പോഴാണെന്ന് എൻ്റെ വായിന്ന് കണ്ട പുക അത്ര തണുപ്പാണ്. അതാണ് കാര്യം. അപ്പോൾ നമ്മൾ നടന്ന് ഏകദേശം ആ ടോപ്പിലെത്തിയിട്ട് നമുക്ക് തിരിയും, അങ്ങോട്ട് തിരിയും. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ ക്ലോസ്ഡ് ആണ്. അവിടെ ഇന്ന് അല്ല 11 മണിക്ക് ശേഷം അവിടെ ഓപ്പൺ ആകുള്ളൂ. അപ്പോൾ നമ്മൾ തന്നെ അവിടെ നിന്ന് വിട്ട് നമ്മൾ അവിടെ നിന്ന് ഇന്ത്യ ഗേറ്റിലോട്ട് പോവുകയാണ്. അകത്ത് കയറാൻ പറ്റിയില്ല. പുറത്ത് നിന്ന് കറങ്ങിയിട്ടേക്ക് പോകും. അപ്പോൾ അകത്ത് കയറണമെങ്കിൽ 30 രൂപ ടിക്കറ്റാണ്. ഡീറ്റെയിൽസ് പറഞ്ഞാൽ 30 രൂപ ടിക്കറ്റ്. ഞാൻ തിങ്കളാഴ്ച 11 മണിക്ക് ശേഷം വന്നാണ്. അങ്ങനെയാണ് അവിടെ ടൈമിങ്. അപ്പോൾ ഓക്കെ, നമ്മൾ അടുത്ത് ഇവിടെ നിന്ന് നേരെ പോകുന്നത് ഇന്ത്യ ഗേറ്റിലേക്കാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു ഓട്ടോ വന്നു. ഇവിടുത്തെ ആട്ടോയുടെ അടുത്ത് ചോദിച്ചു പറഞ്ഞാൽ ഇവിടുന്ന് 2 കിലോമീറ്ററേ ഉള്ളൂ. ആട്ടോയുടെ അടുത്ത് ചോദിച്ചപ്പോൾ 150 രൂപയാണ് അവൻ്റെ അടുത്ത് ചോദിച്ചത്. 150. അവസാനം 100 പറഞ്ഞു. ഇതൊക്കെ അറിയില്ല. അപ്പം പിന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 കിലോമീറ്റർ ആ റേഞ്ചേ ഉള്ളൂ. ഇതൊരു ഫ്ലൈ ഓവർ കാണുന്നുണ്ട്. ഫ്ലൈ ഓവറിൻ്റെ സൈഡിൽ കൂടെ ആണോ മേളിൽ കൂടെ ആണോ എന്ന് അറിഞ്ഞില്ല. അത് നമുക്ക് നോക്കാം. അതിനകത്ത് സൈഡിൽ കൂടെ ആയാലും മേളിൽ കൂടെ ആയാലും ഇവിടെയൊക്കെ നല്ല തണുപ്പ്. ഇവിടുത്തെ ഒരു വ്യൂ കിടിലാണ്. ഇവിടെയൊക്കെ നല്ല വൃത്തിയുണ്ട് കേട്ടോ. വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ. സൈക്കിൾ റൈഡർ ടൈപ്പാണ് തോന്നുന്നത്. തിരിച്ച് മതാമ്മ നമ്മൾ സൈക്കിൾ അവിടെ കണ്ടാൽ നമുക്കൊരു വീക്ക്നെസ്സാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ നടന്ന് ഇത് ബൈ റോഡ്, ഇത് താഴെ കൂടെ കാണുമ്പോൾ മേളിൽ ഫ്ലൈ ഓവറാണ്. ഇവിടെയൊക്കെ ഉള്ള ഇതൊക്കെ പൊട്ടി പൊളിഞ്ഞൊക്കെ കിടക്കുകയാണ്. അവിടെയൊക്കെ പോണത് വെച്ചിരിക്കുന്നു. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ. വീഴ്ച വന്നില്ലെങ്കിൽ തുരങ്കത്തിൻ്റെ അകത്തൊക്കെ വീഴും കണ്ട. അതുകൊണ്ട് പിന്നെ ക്യാബിളൊക്കെ താഴെ കൂടെയൊക്കെയാണ് കിടക്കുന്നത്. ഡൽഹി വിചാരിച്ച പോലെ അല്ല, റോഡെല്ലാം പക്കയാണ് ഡൽഹിയിൽ. എന്താ റോഡൊക്കെ കിട്ടില്ല. ഫ്ലൈ ഓവറുകളൊക്കെ ചെയ്ത് അടിപൊളിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പം ആദ്യത്തെ ഹ്യൂമൻ സ്റ്റോണിൽ പോണ പരിപാടി പൊളിഞ്ഞ്. അടുത്ത രണ്ടാമത് നമ്മൾ ഇന്ത്യ ഗേറ്റിലോട്ട് പോവുകയാണ്. അതും നടന്നാണ് പോണത്. അവിടെ നോക്കിയപ്പോൾ ഞാൻ മാപ്പിൽ അടുത്ത് നോക്കിയപ്പോൾ 2 കിലോമീറ്റർ ആ റേഞ്ചേ ഉള്ളൂ. എന്തിനും വണ്ടി പിടിക്കുന്നു. എന്നാലും ചോദിച്ചില്ല ആട്ടക്കാരനോട്. അപ്പോൾ 150 രൂപ കളത്തി. അതാണ് കോമഡി. ഒരു 2 കിലോമീറ്റർ പോകാൻ അവർക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ ഷോർട്ട് കട്ട് അറിയായിരിക്കും. അതിൻ്റെ കാര്യമില്ല. നമ്മളിപ്പം നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ വല്ല ഡീവിയേഷൻ ഉണ്ടോ? ഡീവിയേഷനൊന്നും ഇല്ല. നേരെ തന്നെയാണ് കാണിച്ചത് നാട്ടിലോ. ഓക്കെ, സീതയും അവിടെ നിർത്താൻ പറയുകയും ചെയ്തു. 2 കിലോമീറ്റർ GPS സിഗ്നൽ ലോസ് ചെയ്തു. ഓക്കെ, നമുക്ക് നടക്കാം. നമ്മൾ നടന്ന് നമുക്ക് അങ്ങോട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. 2 കിലോമീറ്റർ 4 കിലോമീറ്റർ. ഓക്കെ, 2 കിലോമീറ്റർ നമ്മൾ ഡീവിയേഷൻ. നമുക്ക് നോക്കാം. നമ്മളിവിടെ ഏകദേശം ഫ്രണ്ട്സ്, നമ്മളിവിടെ ഇങ്ങനെ നടന്നു വന്നപ്പോൾ കണ്ട ഒരു സ്കൂളാണ്. ഡൽഹി പബ്ലിക് സ്കൂൾ എന്ന് പറഞ്ഞൊരു വലിയ വമ്പൻ ഗേറ്റിൽ ബിൽഡിംഗ് അങ്ങ് മതിൽ തന്നൊരു കോട്ട മതിലാണ് ഒരു ഗേറ്റിൽ കണ്ട. CCTV ക്യാമറ. ഈ സ്കൂളിലൊക്കെ പഠിക്കണം, സമ്മതിക്കണം. വീട്ടിലായിരിക്കും തണുപ്പ് ഡിസംബർ മാസത്തൊക്കെ നമ്മളവിടെ ചൂടും മഴയും ആണെങ്കിൽ തണുപ്പും ഉണ്ട്. ആ പാടിപ്പൊടി
രാത്രിയൊക്കെ കിട്ടില്ല തണുപ്പാണ് ഞാൻ വന്നിറങ്ങിയ സമയത്ത്. അപ്പോൾ ഇത്തിരി കുറഞ്ഞു തോന്നുന്നു, പക്ഷെ എന്നാലും വെയിലുണ്ട്, എന്നാലും തണുപ്പുണ്ട്. അതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ്. ഒരു ഡ്രോണൊന്നും പറത്തി കൂടെന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്നാലും വീഡിയോയെടുത്ത് കൊണ്ടുപോകുമെന്നോ. ഇത് ആ സ്കൂളിൻ്റെ മതിലാണ്, ரொம்ப മതിലോ, എന്ത് ഹൈറ്റ് നോക്കി വെക്കും. ഇതിൻ്റെ അകത്ത് കയറിയാൽ പിന്നെ ജീവിതകാലത്ത് ചാടിയെങ്കിലും വെളിയിൽ വരാൻ പറ്റില്ല. സമ്മതിക്കണം, അത്ര കോട്ട മതിലാണ് കെട്ടിയിട്ടിരിക്കുന്നത്. മോളാണെങ്കിൽ ഒരു ഗ്ലാസ് പറ്റും, അതിൻ്റെ മുകളിൽ കമ്പി വലിക്കും. അപ്പോൾ ഇത് സ്കൂളല്ല. അമ്മോ, ചാടാൻ പോലും പറ്റൂല ഗൈസ് ഇതിൻ്റെ അകത്ത് കയറിയാൽ. അപ്പോൾ നമ്മൾ നടന്ന് പോയാണ്. ഏകദേശം ഇന്ത്യ കയറ്റെത്താറായി എന്ന് തോന്നുന്നു. ഇവിടെ പോണത് ഇങ്ങനത്തെയാണ്, സൈക്കിളുകളാണ് ഒരുപാടുള്ളത്. ഇവിടെ ഡീസലിനും പെട്രോളിനും വില കൂടുതലായിരിക്കും, കുറവെന്നാണ് തോന്നുന്നത്. ഇവിടെ സൈക്കിളുകൾ ഒരുപാട് ഇങ്ങനെ ഉണ്ട്, സാധനം കൊണ്ടുപോകണം. നേരത്തെ സൈക്കിൾ കമ്പി കൊണ്ടുപോകാനുണ്ട്, വെച്ചെടുത്തും പുല്ലുവരെ ചവിട്ടയാണ്. അപ്പോൾ അങ്ങനെ ഇവിടെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ അടിപൊളി, നല്ല രസമുണ്ട്. ഇതിൻ്റെ മെട്രോയില ഇതിൻ്റെ അടി കണ്ട പെയിൻറ്റിങ് ഒക്കെ ചെയ്ത് കിട്ടില്ലാണ്. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇങ്ങനെ നടന്ന് എന്നാൽ ആട്ടോക്കാരൻ എൻ്റെ അടുത്ത് ചോദിച്ച റാറ്റാണ് ഇത്തിരി കടുത്തത്. ഇന്ത്യ ഗേറ്റാ അതവിടെ, ഇവിടെയാണ് മെയിൻ ഗേറ്റ് കേട്ടാ. ഡൽഹി പബ്ലിക് സ്കൂൾ ബോർഡ് വെച്ചിരുന്നാട്ടാ. ഇത് ഗേറ്റ് 1, മറ്റേത് ഗേറ്റ് 2. ഞാൻ നേരത്തെ നിന്നത് ഗേറ്റ് 2 ആണ്. ഒരു 6 ബിൽഡിംഗ് ഒക്കെ തന്നെ കേട്ടോ ബാക്കിൽ. ഇല്ല, 6 ബിൽഡിങ്. അടിപൊളി. ഇന്ന് അവധിയൊക്കെ ആയിരിക്കും, തിങ്കളാഴ്ച അവധിയായിരിക്കും. ഹോളിഡേ അല്ലേ, പബ്ലിക് ഹോളിഡേ അല്ലേ. അങ്ങനെയൊക്കെയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല ഒരു വൈബ് അടിച്ച് നടക്കുകയാണ്. ഡൽഹിയിൽ കൂടി ഇങ്ങനെ നടക്കാൻ ഈ സമയത്ത് തന്നെ നടക്കണം, രസമാണ്. എന്നാലും വിചാരിച്ചില്ല ഡൽഹിയിൽ ഇത്രയൊക്കെ കറങ്ങാൻ പറ്റുമെന്ന്. ഞാൻ പ്ലാനിങ്ങിൽ ഡൽഹി ഇല്ലായിരുന്നു. ഡൽഹി ജസ്റ്റ് വന്നിറങ്ങി അങ്ങനെ ട്രെയിൻ ഡിലേ ആയി. നമുക്ക് അങ്ങനെയാണ് ഡൽഹിയിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ കുറച്ച് നേരം, ഏകദേശം ഒരു 3 മണിയാകുമ്പോൾ നമുക്ക് പോകണം. 3 മണിക്ക് മുമ്പേ നമുക്ക് ഇവിടെ നിന്ന് വിടണം. അങ്ങനെയാണ് നമ്മളെ പ്ലാൻ. നമ്മളിവിടെ നിന്ന് നടന്ന് നമുക്ക് മാപ്പ് എടുത്തൊന്ന് നോക്കാം. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വഴികൾ കിടക്കുന്നുണ്ട് ഗൈസ്, എന്താണെന്ന് അറിയത്തില്ല. ഇവിടെ CCTV സർവേലൻസ് എല്ലായിടത്തും ഉണ്ട്, മിക്കയിടത്തും. നമ്മൾ ട്രൈപോഡിന് ചെറിയൊരു കുലുക്കം സംഭവിച്ചു, ചെറുതായിട്ടൊന്ന് പൊട്ടി ബാഗ് കിടന്നു. നമ്മൾ അങ്ങോട്ട് നടന്ന് പോയിട്ട് നമുക്ക് അവിടെ ചെന്ന് നിന്നിട്ട് നമുക്ക് നോക്കാം എങ്ങോട്ടാണ് നമുക്ക് ഇന്ത്യ ഗേറ്റിലേക്കുള്ള വഴി. ഗൈസ് നൈസായിട്ടൊരു വഴി തെറ്റി, കുറച്ച് അങ്ങോട്ട് നടക്കേണ്ടി വന്നു. ഒരു 10 മീറ്ററോളം മുന്നോട്ട് പോകേണ്ടി വന്നു. പിന്നെ നമ്മൾ കറക്റ്റ് വഴിയിൽ പിടിച്ചിരിക്കുകയാണ്. ഇത് വഴിയും സെറ്റപ്പാണ്. എൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ കണ്ട അടിപൊളി പുല്ലൊക്കെ വെച്ച് അടിപൊളി. ഇവിടെ ഇതിൻ്റെ മെട്രോ പില്ലറെല്ലാം ഫുള്ള് പെയിൻ്റൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് ചെയ്യാണ് കേട്ടോ. ഇവിടെയൊക്കെ നല്ല വൃത്തിയാണ്. കുറച്ച് ദൂരം അതൊരു മെയിൻറ്റെയിൻ ചെയ്യാത്ത കേട്ടോ. സൈക്കിൾ ഒരുപാടുണ്ട് ഇവിടെ. പലരും സൈക്കിളാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇവിടുത്തെ ഉള്ളവർക്ക് അസുഖങ്ങളും കുറവായിരിക്കും, അതാണ്. അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാണ്. ഹരിയാന റെയിൽവേ സ്റ്റേഷനിൽ ഇന്നോവയൊക്കെ കിടക്കുകയാണ് ഇവിടെ. ഇവിടെ ടാക്സിക്ക് ജാഗ്വറൊക്കെ ഓടണം. നേരത്തെ ഒരു ജാഗ്വറൊക്കെ കണ്ട്. ഇവിടെ അടിപൊളി. ഇവിടെ എന്തൊരു ഒരു സംഭവം, ഒരു ഹോട്ടലാണെന്ന് തോന്നുന്നു കേട്ടോ. ഹോട്ടൽ എൻ്റെ അമ്മ, ഏതോ 5 സ്റ്റാർ അമ്മ ഹോട്ടലാണ്. ഒരു വെടി വെച്ചിടുന്നുണ്ടോ, ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അർമേനിയൊക്കെ അവിടെ കിടപ്പുണ്ട്. അടിപൊളി, നല്ല പ്ലേസ്, നല്ല കിടില സ്ഥലം. അവിടെ ഒരു പോലീസുകാരൻ നിന്ന് ഫോട്ടോ എടുക്കും. പോലീസുകാരനെ സെക്യൂരിറ്റിയാണ്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലോട്ട് നടന്നുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ചോദിക്കാം. അപ്പോൾ നമ്മൾ നടന്ന് ഇതൊന്നും പ്രയാണങ്ങളില്ലല്ലോ ഗൈസ്. ഇന്ത്യ ഗേറ്റ് സിസ്റ്റർ. ഓക്കെ, അപ്പോൾ നമ്മൾ പിന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങേടുത്ത് ചോദിച്ചു, ഇത് തന്നെ വഴിയെന്ന്. അടിപൊളി. അപ്പോൾ ഇവിടെയൊക്കെ നല്ല ഇതിലേക്ക് കുറേ ചെടിയൊക്കെ പിടിച്ചിരിക്കുന്നു. അടിപൊളി, കിട്ടില്ല. നമ്മൾ നടന്ന് ഏകദേശം പിന്നെ GPS വാക്കിംഗ് സ്ഥലം തന്നെ നമ്മൾ കണ്ട്. അടിപൊളി, നല്ല രസമാണ് നടക്കാൻ. ഇവിടെ കുറച്ചൊരു നടക്കാണ്. ഇനി ഒരു 1 കിലോമീറ്ററിനകത്ത് 800 മീറ്റർ ആകുമ്പോൾ നമ്മൾ ഡെസ്റ്റിനേഷനിലെത്തും. നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്.
ഇതൊരു സൂപ്പർ സ്ഥലം, നമ്മുടെ സ്പോട്ടാണ്. ഇവിടെ ഇങ്ങനെ നടക്കാൻ വേണ്ടി ഇവിടെ ഒരുപാട് പേര് നടക്കുന്നവരും ഉണ്ട്, അല്ല ജോലിക്കൊക്കെ പോകുന്ന ഒരുപാട് പേരുണ്ട്. നല്ല കിടുക്കം സ്പോട്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഓടിപ്പോ, ഞാൻ പേടിച്ചു പോയി. അടിപൊളി നല്ല മരങ്ങളൊക്കെ ഇവിടെ. ഇത് മരങ്ങളൊക്കെ നല്ല വെൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, അതാണൊരു വിഷയം. നല്ല നമ്മളപ്പോൾ അവിടുത്തെ പോലെ എല്ലാ മരത്തിനെ വെട്ടിമുറിച്ച് മാറ്റേ അങ്ങനെയൊന്നുമില്ല. കണ്ട പഴയ മരങ്ങളൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. അങ്ങനെ അവർ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തിയിട്ടുണ്ട്. കാരണം തണലിവിടെ ഈ ചൂട് സമയത്ത് ഭയങ്കരമായ ചൂടാണ്, പൊള്ളിപ്പൂ. തണുപ്പത്ത് കൊടും തണുപ്പുമായിരിക്കും. അപ്പോൾ ഇവിടെ നല്ല സുഖമുണ്ട്, ഇവിടെ കൂടെ നടക്കാൻ നല്ല രസമുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു ഹോട്ടൽ എന്തോ ആണ്, നമ്മൾ നരേന്ദ്രമോദിയുടെ പടമൊക്കെ വെച്ച് ഒരു 10 നില ഉണ്ടെന്ന് തോന്നുന്നു ഒരു ഹോട്ടൽ. നമ്മൾ അങ്ങോട്ട് നടന്ന് പോവുകയാണ്. നമ്മൾ ഇന്ത്യ ഗേറ്റ് ലക്ഷ്യമാക്കി നടക്കുകയാണ്. കണ്ടു കിട്ടണം. പിന്നെ നമുക്കിനി ഇന്ത്യ ഗേറ്റിൻ്റെ അടുത്ത് എത്തിയിട്ട് കാണാം. ഇനി ഇവിടെ വേറെ ഒന്നും പ്രത്യേകിച്ചില്ല, ഇനി ഒരു കുറച്ച് ദൂരം കൂടെ നടക്കാവുള്ളൂ. നമ്മൾ നടന്ന് അവിടെ എത്തും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ അവസാനം എത്തി. നമ്മൾ ഇന്ത്യ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ റോഡിൻ്റെ അപ്പുറത്താണ് നിൽക്കുന്നത്. ഇത് മറ്റേ പാർക്കാണ്. ഇവിടെ ഒരുപാട് പേര് ഫോട്ടോ എടുക്കാനും അങ്ങനെ ഒരുപാട് പേര് ഇങ്ങനെ നിൽപ്പുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റുള്ള പാർക്കാണ്. ഇവിടെ ഒരുപാടുള്ളത് ഫോട്ടോഗ്രാഫേഴ്സാണ്. ചവറ് പോലെ നടക്കുകയാണ്. ഇവിടെ ഇങ്ങനെ കുമ്പിളിയൊക്കെ പോകുന്നുണ്ട്. കുമ്പള ഇതാണ് പാർക്ക്. ഇവിടെ ഇങ്ങനെ കുറേ ദൂരം നടക്കാറുണ്ട്. നമ്മളിപ്പോൾ നടക്കണില്ല, ജസ്റ്റ് ഇതിൻ്റെ അപ്പുറത്താണ് ഈ ഗേറ്റ് വരുന്നത്, ഇത് വരണത്. അപ്പോൾ നമുക്ക് അവിടെ കൂടെ അകത്തൂടെ ഇറങ്ങി അപ്പുറത്ത് കയറേണ്ട വഴിയുണ്ട്. നമുക്ക് ജസ്റ്റ് അതുവഴി ഒന്ന് പോയിട്ട് കയറി പോകാം. അപ്പോൾ നമ്മൾ ഇവിടെ എൻ്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. എൻ്റെ ഫ്രണ്ടിൽ നിന്നൊരു ഫോട്ടോ എടുക്കണമെന്നുണ്ട്. സോളാണ്ട് ഫോട്ടോകളൊന്നും നടക്കൂല, നമുക്ക് നല്ല ഫോട്ടോ എടുക്കാൻ പറ്റൂല, അങ്ങനത്തെ ഒരു വിഷയമുണ്ട്. അപ്പോൾ നമ്മൾ ഇതുവഴി ഇറങ്ങി അപ്പുറത്ത് കയറും. ഇതാണ് നമ്മളെ പാർക്ക്. പക്ഷെ ഇവിടെ അങ്ങനെ കാണാൻ പ്രത്യേകിച്ചൊന്നുമില്ല. ഇങ്ങനെ ഗ്രൗണ്ട് പോലെ കുറേ സ്ഥലം കിടപ്പുണ്ട്. നമുക്ക് ഇങ്ങനെ ഇവിടേക്ക് വന്ന് ഇരിക്കാം. ഈ സമയത്ത് വന്നിരിക്കുന്ന കുഴപ്പമില്ല, നല്ല I have DSLR. फिल्म शूटिंग करती है सर? യൂട്യൂബ് ചാനൽ. ഇവിടെ ഒരു കുളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് അങ്ങോട്ട് നമ്മൾ നടന്ന് പോകാനാണ്. പൂളാണ്. ഇവിടെ ഇങ്ങനെ വെള്ളം സ്പ്രേ ചെയ്യുന്നുണ്ട്. അവിടെയും ടിക്കറ്റ് ഉണ്ടെന്ന് തോന്നുന്നു ഗൈസ്. പണി കിട്ടുമെന്ന്. ടിക്കറ്റെല്ലാം ഇവിടെ ഓൺലൈൻ വഴി സെറ്റപ്പാണ്. ഭയങ്കര പാടാണ് എടുക്കാൻ. അതൊക്കെ ഒരു ബ്ലോക്ക് ആക്കിയാണ് വെച്ചിരിക്കുന്നത്. നമുക്കൊന്ന് ജസ്റ്റ് അതുവരെ ഒന്ന് പോയിട്ട്, അതിൻ്റെ അപ്പുറത്താണ് മന്ദിരം നിൽക്കുന്നത്. നമ്മൾ അതിൻ്റെ അടുത്തൊന്ന് പോകും. കുളം ഒരു വല്ലാത്ത കുളമാണ്. പാർക്കാണ് ഗൈസ്, അടിപൊളി. വെള്ളം മീനൊക്കെ കാണും ഒരുപാട്. വെള്ളം ഇങ്ങനെ വീറുന്നത്, ഫ്ലഷ് ചെയ്യണത്. അപ്പം ഗൈസ് അവിടെ ഒരുപാട് സ്ട്രീറ്റ് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുഡും നേരെ കഴിച്ചില്ല. അപ്പം നമ്മളിവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി അപ്പുറത്ത് കയറേണ്ട വകുപ്പ് നോക്കിയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അവിടെ ചിലപ്പോൾ അമ്മമാർ തിരിച്ച് നിർത്തുമെന്തോ. ടിക്കറ്റ് ഉണ്ടെന്നാണ് തോന്നുന്നത്. ടിക്കറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ പോകത്തില്ല. ടിക്കറ്റ് എടുത്തപ്പുറത്ത് പോയിരുന്ന് കാണേണ്ട കാര്യമില്ല. നല്ല മഞ്ഞിന് മൂടി നീക്കുന്ന നല്ല രസമുണ്ട് കാണാൻ. നമ്മൾ താഴോട്ട് പോവുകയാണ്. അതിൻ്റെ അകത്തോട്ട് എൻട്രി ചെയ്യാൻ എല്ലാം വെള്ളമായിട്ട് കിടക്കുകയാണ്. കാരണം നമ്മൾ ഇതായിട്ടിറങ്ങി ഇവിടെ കഴുകുകയാണ്. നമുക്ക് നോക്കാം. പറയാണ്ട് കുഴപ്പമില്ല. ഇവിടെ കഴുകൊണ്ടിരിക്കുകയാണ്. വേണ്ട ഒരു വെള്ളം തെറിക്കണം. കഴുകി വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഓപ്പൺ ആയതേ ഉള്ളൂ. ഇവിടെ എല്ലാം ലേറ്റായിട്ടാണ് ഓപ്പണാണ്. കാരണം ഈ രാവിലത്തെ തണുപ്പിൻ്റെ വിഷയം ഉള്ളതുകൊണ്ട് എല്ലാം ലേറ്റായിരിക്കും. നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോകണതാണ്. റോഡ് ക്രോസ് ചെയ്ത് ഇൻ്റർ പാസേജ് വരെ ചെയ്തിട്ടിരിക്കുകയാണ്. നമുക്ക് അപ്പുറത്ത് ക്രോസ് ചെയ്ത് ബുദ്ധിമുട്ടി പോകണ്ട, അപ്പുറത്തൂടെ എളുപ്പത്ത് പോവാം. ആ ഒരു സെറ്റപ്പാണ്. നമ്മൾ ഇവിടെ CCTV ക്യാമറ എല്ലാ കാര്യങ്ങളൊക്കെ പക്കയാണ്. ഇവിടെ എസ്കലേറ്റർ അങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇവിടെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് വന്നെടുക്കാം. ഇതിൻ്റെ ഡൽഹിയുടെ
ആസ്കമം റെഡ് ഫോർട്ട്. ഇത് ഇവിടെയൊക്കെ ഉള്ള സംഭവങ്ങൾ എല്ലാത്തിൻ്റെ ഒരു ഫോട്ടോ. ഇതിപ്പോൾ ഫുള്ളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ സമയമില്ല. ഞങ്ങൾ നേരെ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത് വേണമെങ്കിൽ വായിച്ചു നോക്കാം. ഫുൾ ഹിസ്റ്ററിയാണ്. ന്യൂഡൽഹി ഹിസ്റ്റോറി ഓഫ് ഹിസ്റ്ററി എല്ലാം അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വച്ചിരിക്കുന്നത്. കുറേ ഉണ്ട് കാര്യങ്ങൾ. ഇവിടെ ഇത്തിരി ഇരുളമാണ്. അതുകൊണ്ട് വീഡിയോക്ക് ചെറിയൊരു ക്വാളിറ്റി ഇഷ്യൂ വരും. അപ്പോൾ നമുക്കിനി ഇവിടുത്തെ ഫുൾ റൂട്ട് മാപ്പ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാമാണ് പറയണത്. അപ്പോൾ നമ്മൾ ഇവിടെ ഫുള്ളുണ്ട്, ഒരുപാടുണ്ട്. കണ്ട ഓരോരോ ഗാർഡൻ്റെയും അതിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ ഫോട്ടോസും അങ്ങനെയൊക്കെ ഇന്ത്യ ഗേറ്റിൻ്റെ ഫോട്ടോസും അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഇങ്ങനെ ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ജസ്റ്റ് ഉള്ളോട്ട് നടക്കാം. ഇവിടെ കുറച്ച് നടക്കമുണ്ട്. ജീവിതത്തിൽ നടത്തം കൂടുതലായി. നേരെ ഫുഡും കഴിച്ചില്ല. അപ്പം നമ്മൾ പ്രധാനമായിട്ടുള്ള സ്ഥലം നമ്മൾ വന്നു കഴിഞ്ഞ് എനിക്ക് റെഡ് ഫോർട്ട് പോകണം. ഇന്ത്യ സൗത്ത്. അപ്പോൾ അങ്ങോട്ട് പോകാം. അവിടെ ഒരുപാട് സംഭവം എന്ന് പറഞ്ഞാൽ കുറേ സ്മാരകങ്ങളുണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ കയറി ഇന്ത്യ ഗേറ്റിലോട്ട് നമ്മളത് കയറാണ്, എൻ്റർ ചെയ്യാണ്. ഇവിടെ ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലായിടത്തും നല്ല സെക്യൂരിറ്റി കാര്യങ്ങളെല്ലാം പക്കയാണ് ഇവിടെ. എന്താണെന്നറിഞ്ഞൂടെ നല്ല പക്കയായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ ഗൈസ്, നമ്മളതിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. ഇവിടെ ഒരുപാട് പേര് ഫോട്ടോ എടുക്കാനും അങ്ങനെ ഇങ്ങനെയൊക്കെ തിരക്കാണ്. തിരക്കാണ് ഫോട്ടോ എടുക്കാൻ. ഇപ്പോൾ നമ്മൾ പക്ക എൻ്റെ ഫ്രണ്ടിലാണ്. കുറച്ച് കൂടെ ഫ്രണ്ടിലോട്ട് പോയിട്ട് അവിടെ സെക്യൂരിറ്റി ഉണ്ട്, അങ്ങോട്ട് കയറ്റി വിടത്തില്ല. അതുവരെ ഉള്ളൂന്ന് തോന്നുന്നു. ജസ്റ്റ് നോക്കാം. അപ്പോൾ ഇവിടെ ഒരുപാട് പേര് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും എന്ത് തിരക്കാണ് ഇവിടെ. തിരക്കാണ് ഗൈസ്, ഭയങ്കര തിരക്ക്. പറഞ്ഞ ഇന്ന് അവധി ദിവസവും കൂടെ ആയപ്പോൾ നല്ല തിരക്ക്. അപ്പോൾ നമ്മൾ നിൻ്റെ ഫ്രണ്ടിലോട്ട് പോവുകയാണ്. ഇന്ത്യ ഗേറ്റ്.